ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്ന് ധനഹ തിരുനാൾ, ചിലയിടങ്ങളിൽ പിണ്ടിപ്പെരുന്നാൾ എന്ന് പറയും, വാഴപ്പിണ്ടി പെരുന്നാൾ. പൗരസ്ത്യ സഭകളിൽ ഈശോയുടെ മാമോദിസ കഴിഞ്ഞിട്ടുള്ള ദൈവാവിഷ്കാരമാണ്. ആകാശം പിളർക്കപ്പെട്ടു, ദൈവാത്മാവ് ഈശോയുടെ മേൽ ഇറങ്ങി വന്നു, ദൈവപിതാവ് പുത്രനോട് സംസാരിച്ചു. പുത്രൻ വെള്ളത്തിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശം തുറക്കപ്പെട്ടു. മർക്കോസ് പറഞ്ഞ ആകാശം പിളർന്നുവെന്നാണ്. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ ഈശോയുടെ മേൽ, പുത്രൻ തമ്പുരാന്റെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണ് അവൻ. എന്നാലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് വരുന്നു. ഇതുകൊണ്ടാണ് മാമോദിസ മുങ്ങിയാലും പോരാ, സ്ഥൈര്യലേപനം വേണം എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം പുത്രനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി. മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിൽ ഇതാ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ പുത്രൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നാണ്. ഈ ദൈവാവിഷ്കാരം അതാണ് ധനഹ തിരുനാളിൽ ആഘോഷിക്കുന്നത് പൗരസ്ത്യ സഭകളിൽ. പാശ്ചാത്യ സഭയിൽ ജ്ഞാനികൾ, പൗരസ്ത്യ ദേശത്തുള്ള ജ്ഞാനികൾ, പൂജരാജാക്കന്മാരെന്നും പറയും അവർക്ക് വിജാതികർക്ക് ഈശോയെ വെളിപ്പെടുത്തിയ ആ സംഭവമാണ് ഓർക്കുന്നത് പാശ്ചാത്യ സഭയിൽ. നമ്മുടെ നാട്ടിൽ ധനഹ തിരുനാൾ, പ്രത്യക്ഷവൽക്കരണ തിരുനാൾ എന്നൊക്കെ പറഞ്ഞാലും ചില സ്ഥലങ്ങളിൽ രാക്കുളി പെരുന്നാൾ എന്നും മറ്റു ചില സ്ഥലങ്ങളിൽ പിണ്ടിപ്പെരുന്നാൾ എന്നുമാണ് പറയുന്നത്. ഈ വാഴപ്പിണ്ടി കുത്തി അതിലിങ്ങനെ തോരണൊക്കെ നാട്ടി വിളക്ക് വെച്ച് അങ്ങനെ വാഴപ്പിണ്ടി നാട്ടിയിട്ടുള്ളൊരു പിണ്ടിപ്പെരുന്നാൾ. ഈ എങ്ങനെയാണ് പാരമ്പര്യം വന്നത്? രാക്കുളി പെരുന്നാൾ മാമോദിസമായി ബന്ധപ്പെട്ടാണ്. പ്രകാശം, ഉദയം എന്ന അർത്ഥമുണ്ട് ധനഹാക്കി. ആ ഉദയം, ആവിഷ്കാരം അത് വ്യക്തമാക്കാൻ വേണ്ടിയായിരിക്കണം ഈ വാഴപ്പിണ്ടി ഉപയോഗിച്ചത്. ഇപ്പം ഏതായാലും ഈ വാഴപ്പിണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ കർത്താവിൻ്റെ ധനഹ തിരുനാളുമായി ബന്ധപ്പെട്ടല്ല ഈ വാഴപ്പിണ്ടി കുത്തുന്നത് മിക്ക സ്ഥലത്തും, മറിച്ച് വിശുദ്ധ സെബസ്ത്യാനോസുമായി ബന്ധപ്പെട്ടാണ്. ഈ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു തിരുനാളാണ് അമ്പ് തിരുനാൾ എന്ന് പറയുന്ന, തെക്കോട്ടൊക്കെ അമ്പ് എന്ന് പറഞ്ഞാൽ അറിയോ, കഴുന്ന് എന്ന് പറയുന്ന സംഗതി, അമ്പ് തിരുനാൾ എന്ന് പറയുന്ന പെരുന്നാൾ. അത് ഒരു തുള്ളൽ പെരുന്നാളാണ്. ആ പെരുന്നാൾ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ തിരുനാളുമായിട്ട്, അത് മിക്കവാറും എല്ലാ പള്ളിയിലും സെൻറ്റ് സെബാസ്റ്റ്യനാണ്. അവിടെ ആ തിരുനാളുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ വാഴപ്പിണ്ടി നാട്ടി അതിൽ തോരണൊക്കെ നാട്ടി പിന്നെ വിളക്കെല്ലാം തെളിക്കുന്നത്. ഇപ്പം ഞാനിങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്താണ് ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ അവിടേക്ക് മാറ്റിയെന്ന്. ധനഹ തിരുനാളുമായി ബന്ധപ്പെട്ട് പിണ്ടിപ്പെരുന്നാളെന്നും രാക്കുളി തിരുനാളെന്നൊക്കെ പറയുന്നു. ഇതും ധനഹ തിരുനാളുമായി ബന്ധപ്പെട്ടല്ല, സെൻറ്റ് സെബാസ്റ്റ്യൻ തിരുനാളുമായി ബന്ധപ്പെട്ടാണ്. അപ്പം എൻ്റെ ഒരു വിചാരം, ഇപ്പോഴത്തെ ഒരു വിചാരം, എനിക്ക് മുമ്പ് വിചാരം ഉണ്ടായിരുന്നില്ല, ഈ കർത്താവിന് വാഴപ്പിണ്ടിയുമായിട്ട് കൂട്ടി ഇണക്കണ്ടെന്ന് അവർക്ക് തോന്നിക്കാണും ജനങ്ങൾക്ക്. കർത്താവിന് ധനഹായുമായി വാഴപ്പിണ്ടിയെ കൂട്ടി ഇണക്കണ്ട. കാരണം എന്താ, അങ്ങനെ കൂട്ടി ഇണക്കി കർത്താവിൻ്റെ തിരുനാളുമായിട്ട് വാഴപ്പിണ്ടി വെച്ചത് കൊണ്ടാണോ തങ്ങളുടെ പല നേതാക്കന്മാരും വാഴപ്പിണ്ടികളെ പോലെ ആയിപ്പോയത് എന്ന് ഒരു സംശയം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ വാഴപ്പിണ്ടി കർത്താവുമായിട്ട് ബന്ധപ്പെടുത്തി വെക്കാതെ, അന്ന് ഇത് എടുത്ത് കളയാനും പറ്റത്തില്ല, നല്ലൊരു പാരമ്പര്യമാണ്. അപ്പോൾ കർത്താവുമായിട്ട് ബന്ധപ്പെടുത്താതെ വേറൊരു ദിവസം സെൻറ്റ് സെബാസ്റ്റ്യൻ തിരുനാളുമായി ബന്ധപ്പെട്ടിരിക്കട്ടെ. സെൻറ്റ് സെബാസ്റ്റ്യൻ വാഴപ്പിണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടാലും വലിയ പ്രശ്നമില്ല. കർത്താവും വാഴപ്പിണ്ടിയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലത്തെ ഒരു കുഴപ്പം, അത് ആ വാഴപ്പിണ്ടി കണ്ട് കുറേ പേര് വാഴപ്പിണ്ടികളെ പോലെ ആയി പോകുന്നു എന്നൊരു പേടി ജനങ്ങൾക്ക് വന്നതുകൊണ്ടായിരിക്കണം ജനങ്ങൾ ഈ ധനഹ തിരുനാളുമായി ബന്ധപ്പെട്ട് വാഴപ്പിണ്ടി വെക്കാതെ സെൻറ്റ് സെബാസ്റ്റ്യൻ തിരുനാളുമായിട്ട് വാഴപ്പിണ്ടി വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം. ചിലപ്പോൾ തെറ്റായിരിക്കാം, നിങ്ങൾക്കതിനെ തിരുത്താം. രാക്കുളി തിരുനാൾ എന്ന് പറയുന്നത് മാമോദിസയുമായി ബന്ധപ്പെട്ട് ആണല്ലോ ഈ ആവിഷ്കാരമുണ്ടായത്, ദൈവാവിഷ്കാരം. അതുകൊണ്ടാണ് രാത്രി കുളിക്കുന്ന ഒരു പതിവൊക്കെ പലയിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓർത്തഡോക്സ് സഭകളിലൊക്കെ അത് പലയിടത്തും പാലിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പോളണ്ടിൽ ഇപ്പോൾ -9 മറ്റാണ് ഇന്നത്തെ തണുപ്പ്. ചിലയിടത്തൊക്കെ -30, -35. റഷ്യയിലാണെങ്കിൽ -50 താഴെ പോകും, -50 അവിടെ പോലും ഈ മഞ്ഞ്, ഈ വെള്ളത്തിലൊക്കെ മഞ്ഞിങ്ങനെ മൂടി മഞ്ഞായി കിടക്കുകയാണ് വെള്ളം. അതിങ്ങനെ മുറിച്ചിട്ട് കുരിശാകൃതിയിൽ മുറിച്ചിട്ട്
അതിൻ്റെ ഉള്ളിലേക്ക് ചാടുന്ന -50 ഈ വെള്ളത്തിലേക്ക് ചാടുന്ന രീതികളൊക്കെ ഉണ്ട്. ഓർത്തഡോക്സ് സഭയിൽ അങ്ങനത്തെ രീതികളുണ്ട്. അത് ഈ രാക്കുളി തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. എനിവേ, നമുക്കതിൻ്റെ ദൈവശാസ്ത്രത്തിലേക്ക് വരാം. തയോഫനി, തയോസ് എന്ന് വെച്ചാൽ ദൈവം, ഫാനയോ എന്ന് പറഞ്ഞാൽ ഷോ, അപ്പിയർ എന്നൊക്കെയാണ് അർത്ഥം. പ്രത്യക്ഷത, പ്രത്യക്ഷപ്പെടുക, കാണിക്കുക, അല്ലെങ്കിൽ തിളങ്ങുക, ഷൈൻ എന്നൊക്കെയാണ് ഫാനയോ എന്ന വാക്കിനർത്ഥം. തയോ ഫാനയ, തയോഫണി, ദൈവാവിഷ്കാരം, ദൈവം പ്രത്യക്ഷപ്പെടുന്നു, അതാണ് തയോഫണി എന്ന വാക്കിനർത്ഥം. ചിലപ്പോൾ നമ്മൾ ക്രിസ്റ്റോഫനി എന്ന് പറയും. ഫാനയോ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക, ക്രിസ്തു, ക്രിസ്റ്റോഫനി എന്ന് പറയും. എപ്പിഫനി എന്ന് പറഞ്ഞാൽ, എപ്പി എന്ന് പറഞ്ഞാൽ അപ്പോൺ, ഓൺ എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ മുകളിൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എപ്പിഫാനയോ എന്ന് വെച്ച് പറഞ്ഞാൽ പ്രത്യക്ഷത, പ്രത്യക്ഷപ്പെടൽ. അപ്പോൾ ആവിഷ്കാരം എന്നും അതിനെ പറയും, അല്ലെങ്കിൽ തിളക്കം, കാണിക്കുക എന്നൊക്കെ. അതാണ് എപ്പിഫനി എന്ന വാക്കിനർത്ഥം. ധനക എന്ന സുറിയാനി വാക്കിന് ഉദയം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ആവിഷ്കാരം, മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ ഡോൺ, സൺറൈസ്, ഉദയസൂര്യൻ, സൺറൈസ്, ഉദയം എന്ന് പറയില്ലോ, സൂര്യോദയം, സൺറൈസ് എന്ന് പറയില്ല. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ധനക. ഈ യേശു ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ദൈവപിതാവ് പരിശുദ്ധാത്മാവനയച്ച് ലോകത്തോട് വെളിപ്പെടുത്തി അവൻ ആവിഷ്കരിക്കുകയാണ്. ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ ധനക മനസ്സിലാക്കണമെങ്കിൽ ഹെബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കേൾക്കണം. അവൻ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അവൻ പുത്രൻ തമ്പുരാൻ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവപിതാവിനോട് പറഞ്ഞു, മൃഗബലികളിൽ അങ്ങ് സംപ്രീതനായില്ല, അങ്ങ് എനിക്ക് ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു, ഇതാ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വരുന്നു. മനുഷ്യാവതാരത്തിന് മുൻപ് പുത്രൻ തമ്പുരാൻ ദൈവപിതാവിനോട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞതാണ്, മൃഗബലികളിൽ അങ്ങ് സംപ്രീതനായില്ല, ഹോമയാഗങ്ങളിൽ അങ്ങ് സംപ്രീതനായില്ല. കാരണം മൃഗങ്ങളുടെ രക്തം കിട്ടിയിട്ട് എന്ത് കാര്യമുണ്ട്? അങ്ങ് എനിക്ക് വേണ്ടി ഒരു ശരീരം സജ്ജമാക്കി. ഇത് സങ്കീർത്തനം കോട്ട് ചെയ്തിട്ടാണ്, 40-ാം സങ്കീർത്തനം. പക്ഷെ സങ്കീർത്തനത്തിൽ ശരീരം എന്നല്ല, തുറന്ന കാതുകൾ എന്നാണ്. തുറന്ന കാതുകൾ. എന്തിനാ തുറന്ന കാതുകൾ? അനുസരണത്തിനുള്ള മറ്റൊരു വാക്കാണ്. എന്താണ് അനുസരണം? ശരിയായ കേൾക്കുക. കണ്ടും കേട്ടും നടന്നോളോ എന്ന് പറയില്ലേ? കണ്ടും കേട്ടും നടന്നോളോ. കണ്ടും കേട്ടും, കണ്ടറിയ, കേട്ടറിയ, അനുസരിക്കാൻ അർത്ഥം. അപ്പോൾ തുറന്ന കാതുകൾ എനിക്ക് തന്നു എന്നുള്ളത് കർത്താവ് കോട്ട് ചെയ്തപ്പോൾ ശരീരം സജ്ജമാക്കിയെന്നാണ്, സെപ്തിയുടെ പാഠം അനുസരിച്ച്. എന്ന് വെച്ചാൽ ആ ശരീരം മരണത്തിന് വിട്ടുകൊടുക്കുന്നത് വരെ, കുരിശിലെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് വരെ അനുസരണമുള്ളവനെ തന്നെ താഴ്ത്തി. ഈ കാര്യം സ്വർഗത്തിലെ മനുഷ്യാവതാരത്തിന് മുമ്പ് പറഞ്ഞ കാര്യം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പിതാവായ ദൈവം അവതരിപ്പിക്കുകയാണ്, ഇവൻ എൻ്റെ പുത്രൻ. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങ് മൃഗബലികളിലും ഹോമയാഗങ്ങളിലും അങ്ങ് സംപ്രീതനായില്ല, അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കി. അതായത് തുറന്ന കാതുകളുള്ള മനുഷ്യനായിട്ട് എന്നെ സൃഷ്ടിച്ചു. എന്തിനാ? അലംഘനീയമായ അനുസരണം നിനക്ക് തരാൻ. ദൈവം മനുഷ്യനിൽ നിന്ന്, ബുദ്ധിയുള്ള ജീവിയായി മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അനുസരണമാണ്. അലംഘനീയമായ അനുസരണം, എല്ലാം തികഞ്ഞ അനുസരണം. ആ അനുസരണമാണ് ബലി. അലംഘനീയമായ അനുസരണമാണ് ബലി. ഹോമയാഗങ്ങളും പിന്നെ മൃഗബലികളുമല്ല. ബുദ്ധിയുള്ള ജീവിയായ മനുഷ്യന്റെ അനുസരണം, അലംഘനീയമായ അനുസരണം, അത് നമുക്ക് വേണ്ടി പുത്രൻ തമ്പുരാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് മനുഷ്യാവതാരത്തിന് മുമ്പ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കാര്യം ലോകത്തിന് മുമ്പിൽ പിതാവ് വെളിപ്പെടുത്തുന്നതാണ് മാമോദീസ. ഇതാണ് ദൈവാവിഷ്കാരം, തയോഫണി എന്ന് പൗരസ്ത്യ സഭകൾ പറയുന്നത്. അതിനെ ആവിഷ്കാരം എന്ന അർത്ഥമുള്ള ധനക എന്ന് പറയുന്നത്. അത് മാമോദീസ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം എന്നതുകൊണ്ട് രാക്കുളി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടും, ഇതൊരു ഉദയമായതുകൊണ്ട് പിണ്ടിപ്പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ പാരമ്പര്യങ്ങൾ ഉണ്ടായി. ആ പാരമ്പര്യങ്ങൾ തനിമ നിലനിർത്തിയാൽ അത് ധനക തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യക്ഷവൽക്കരണ തിരുനാളുമായി ബന്ധപ്പെട്ട് അത് വീണ്ടും അതിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കതിൻ്റെ ദൈവശാസ്ത്രം ലോകത്തോടും കൂടി പ്രഖ്യാപിക്കാൻ പറ്റും. ഇത് മനുഷ്യരെ ബോധ്യപ്പെടുത്താനും നിങ്ങൾ ഈ വീഡിയോ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും ധനക തിരുനാളിൻ്റെ മംഗളങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.